ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂയോർക്ക് ട്രിപ്പാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ന്യൂയോർക്ക് വരെ എത്തി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിതാ ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ന്യൂ ജേഴ്സിയിലാണ് താമസിച്ചത്. ന്യൂയോർക്കിലെ താമസത്തിന് റേറ്റ് കൂടുതലായതുകൊണ്ട് ന്യൂ ജേഴ്സിയിൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ന്യൂ ജേഴ്സിയിൽ നിന്ന് നമ്മൾ നേരെ ന്യൂയോർക്ക്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെറിയൊരു ട്രാം പോലെ ഒരു ചെറിയ ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ട്രെയിൻ സർവീസ് ഒക്കെ ഫ്രീ ആണ്. ഹോട്ടലിൽ നിന്ന് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ആക്ച്വലി ഇത് ഹോട്ടലിൽ നിന്നല്ല നമ്മുടെ റെയിൽവേ ഈ ട്രാം സർവീസ്. ഇത് എയർപോർട്ടിൽ നിന്നാണ്, ന്യൂ ജേഴ്സി എയർപോർട്ടിൽ നിന്ന് നമുക്ക് പോകാം. അപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ക്യാബിൽ കയറി, ഹോട്ടലിൻ്റെ ക്യാബിൽ കയറി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് നമ്മൾ ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ പെൻ സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പെൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബ്രോഡ്വേ. പെൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാഡിസൺ സ്ക്വയർ ഗാർഡൻ. ഇവിടെയാണ് ന്യൂയോർക്കിലെ വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനകത്തൊന്ന് ചുമ്മാ കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒന്നുമില്ല. മോർണിംഗ് ടൈമിൽ കാര്യമായി ഒന്നും തന്നെ കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു മുകളിലേക്ക് കയറി കഴിഞ്ഞാലായിരിക്കാം ഓഡിറ്റോറിയവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരെ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ പെൻ സ്റ്റേഷനിലേക്കുള്ള ഒരു എൻട്രൻസ് തന്നെയാണ്. ഇതിലേക്കൂടെ നമുക്ക് കയറി പെൻ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൂർ ഗൈഡ് അല്ല, നമുക്കൊരു ബസ് ട്രാവലാണ്. ടോപ്പ് വ്യൂ എന്നാണ് ബസ് കമ്പനിയുടെ പേര്. അപ്പോൾ അതിന് മേളിൽ ഓപ്പൺ ആയിട്ടുള്ള ബസ്സാണ്. അതിലിരുന്നാണ് ഫുൾ ന്യൂയോർക്ക് കാണാം. ടോപ്പ് വ്യൂവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മൾ പോകുന്നത്. ഇവർ പെൻ സ്റ്റേഷൻ്റെ അടുത്ത് ഇവരിങ്ങനെ കുറേ ആൾക്കാർ കാണും. ഇതാണ് നമ്മുടെ ന്യൂയോർക്കിൻ്റെ ആദ്യത്തെ വ്യൂസ്. അപ്പോൾ പുള്ളി നമ്മളെ ബസ്സിൻ്റെ അടുത്ത് എത്തിച്ചു. അപ്പോൾ ഈ ഒരു ബസ്സല്ല, ഇവരുടെ കണക്റ്റിംഗ് ആയിട്ട് എല്ലാ 10 മിനിറ്റും ബസ്സുകളുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറിയാൽ നമുക്ക് ന്യൂയോർക്കിൽ ആവശ്യമുള്ളടത്തൊക്കെ ഇറങ്ങി കാര്യങ്ങൾ കണ്ടു പോകാം. നമുക്ക് എന്തായാലും കൂടുതലായിട്ടും ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നമ്മളൊരു ഇറ്റാലിയൻ കൂടുതലുള്ള ഒരു ഏരിയയിലാണ്. ഈ ഏരിയയിൽ നമുക്ക് ഇറ്റാലിയൻ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും ബിൽഡിങ്ങുകളും ഇറ്റാലിയൻസിനെയും കൂടുതൽ കാണാനായിട്ട് സാധിക്കും. ന്യൂയോർക്ക് പൊതുവെ നമ്മുടെ ബോസ്റ്റൺ അല്ലെങ്കിൽ ന്യൂ ഹാംപ്ഷയറിനെക്കാട്ടൊക്കെ നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ബിഗ് ബസ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയാണ്.
അവർ ഇതുപോലെ തന്നെ ന്യൂയോർക്ക് ടൂറുകൾ നടത്തുന്നു. ബിഗ് ബസ്സിന് പക്ഷേ നമുക്ക് സ്റ്റോപ്പുകളില്ല. ടോപ്പ് വ്യൂവിനാണെങ്കിലും നമുക്ക് സ്റ്റോപ്പുകളുണ്ട്. എവിടെ വേണമെങ്കിലും ഇറങ്ങി നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ കേസ് നമ്മൾ ഒരു നീണ്ട ഇറങ്ങിയിട്ട് 10-20 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വാൾ സ്ട്രീറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ സാധിക്കും. പക്ഷേ അതിനെക്കാട്ടും ഉപരി നമ്മൾ വാൾ സ്ട്രീറ്റ് നമ്മുടെ ബുള്ളുണ്ടല്ലോ, നമ്മുടെ ആ ബുള്ളിനെ ഒന്ന് കാണാനാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാൾ സ്ട്രീറ്റ് മണി എക്സ്ചേഞ്ച് അത് നമുക്ക് കാണാം, അതിൻ്റെ ബിൽഡിങ്. അങ്ങനെ 2 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും തിരക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനെക്കാട്ടും ബുള്ളിൻ്റെ മറ്റേ കിടുങ്ങാമണിയിൽ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനാണ് മിക്ക ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെയൊക്കെ നമ്മുടെ വാൾ സ്ട്രീറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതാണ്. അതുപോലെ നമുക്ക് അവിടെ ഒരു കൊടിയുള്ളൊരു ബിൽഡിംഗ് കാണാം, അമേരിക്കൻ ഫ്ലാഗ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗാണ് നമ്മുടെ വാൾ സ്ട്രീറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങളിത് അടുത്തൊരു ബോട്ട് റൈഡിന് വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ബോട്ട് റൈഡിൽ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും. ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.